ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നിൽ കൂടി ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം 10-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്തങ്ങ് മറഞ്ഞു കളയുന്നതും എന്ത്? ഞാൻ ഈ വാക്യം ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ദൈവം തന്നൊരു ചിന്തയാണ്: ദൈവം നമ്മെ വിട്ട് ദൂരെ മാറിപ്പോകുമോ? നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ, നമ്മുടെ യാചനകൾ കേൾക്കാതെ ദൈവം നമ്മെ വിട്ട് ദൂരെ മാറിപ്പോകുമോ എന്ന് ഒരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, 139-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുകയാണ്: നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിൻ്റെ ഹൃദയത്തിനകത്തുള്ള സകല നിരൂപണങ്ങളും ദൈവം അറിയുന്നു. നമ്മുടെ സകല ചിന്താകുലങ്ങളും നമ്മുടെ സകല വിഷമങ്ങളും എല്ലാം ദൈവം അറിയുന്നു എന്നാണ് 139-ാം സങ്കീർത്തനം പറയുന്നത്. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ? യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് അങ്ങ് മറിഞ്ഞു കളയുന്നതും എന്ത്? 22-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലും ഇങ്ങനെ കാണാൻ സാധിക്കുന്നു: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? സഹോദരങ്ങളെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞെരുക്കത്തിൻ്റെ വാക്കുകൾ, പെറുപെറുപ്പുകൾ. ദൈവം എന്നെ അനുഗ്രഹിക്കുമോ ഇല്ലയോ, ദൈവം എനിക്കത് തരുമോ ഇല്ലയോ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മനസ്സുള്ളവനെ ദൈവം വെറുക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എപ്പോഴും ദൈവസ്ഥലം ഞെരുക്കം, എനിക്കതില്ല, എനിക്കിതില്ല എന്ന് പറഞ്ഞു. ദൈവം നമുക്ക് അതില്ലെങ്കിലും ദൈവം എനിക്ക് തരാൻ പോകുന്നതിനായി നന്ദി കർത്താവേ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം 4-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞെരുക്കത്തിൻ്റെ വാക്കുകൾ ദൈവത്തോട് പറയണ്ട. നീ ഞെരുക്കത്തിലാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ പ്രതികൂലത്തിലാണെങ്കിൽ, വിഷമത്തിലാണെങ്കിൽ, കഷ്ടതയിലാണെങ്കിൽ, പ്രയാസത്തിലാണെങ്കിൽ, ദൈവം നിങ്ങളെ കാണുന്നു, ദൈവം നിങ്ങളെ അറിയുന്നു. ദൈവത്തിൻ്റെ വചനം ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരികയാണ്: ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ വിശാലത വരുത്താൻ പോവുകയാണ്. നിങ്ങളുടെ ഞെരുക്കം ദൈവം മാറ്റി നിങ്ങളെ വിശാലത വരുത്താൻ പോവുകയാണ്. വിശാലതയിലോട്ട് കൊണ്ടുപോവുകയാണ് ദൈവം നിങ്ങളെ. പലപ്പോഴും നാം ചിന്തിക്കുന്നത് എന്താ? ദൈവം നമ്മളെ വിട്ട് അകന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ ദൈവം ഒരിക്കലും നമ്മെ വിട്ട് അകന്ന് മാറിപ്പോവുകയില്ല. നമ്മുടെ ലംഘനങ്ങളും നമ്മുടെ പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് ദൈവം നമ്മളെ വിട്ട് അകന്ന് മാറുന്നത്. നമ്മുടെ കുറവശങ്ങളെയും നമ്മുടെ കുറ്റങ്ങളെയും ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാനൊരു കാര്യം പറയുകയാണ്: വലിയ വലിയ പാസ്റ്റർമാരുടെ അടുത്തും വലിയ വലിയ പ്രവാചകന്മാരുടെ അടുത്തും വലിയ വലിയ ആൾക്കാരുടെ അടുത്തും പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അവർ പ്രാർത്ഥിക്കുമായിരിക്കും, ഓക്കെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പക്ഷം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം നിഷ്കളങ്കമാകുമ്പോൾ, അല്ലെങ്കിൽ നാം ദൈവത്തോടുള്ള ബന്ധം കൂടുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഏതൊക്കെ വലിയ വലിയ ആൾക്കാർ നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ അനുഗ്രഹം സംഭവിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, ദൈവത്തിന് ഹിതമില്ലാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളയുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയുള്ളവരാണെങ്കിൽ ഒരിക്കലും ആർക്കും നമ്മെ തകർക്കാനോ നശിപ്പിക്കാനോ കഴിയുകയില്ല. നാം ദൈവത്തെ വിട്ട് അകന്ന് മാറിപ്പോയാൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമ്മുടെ ഞെരുക്കത്തിൻ്റെ വാക്കുകളെ ദൈവം കേൾക്കുകയില്ല. ഞെരുക്കത്തിൻ്റെ വാക്കുകളൊക്കെ കളഞ്ഞിട്ട് ഈ നാളുകളിൽ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ സർവശക്തനാണ് എന്നൊരു വാക്ക് അബ്രഹാം യാഗം കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ, തൻ്റെ മകനെ കൊണ്ടുപോയപ്പോൾ മകൻ പറയുകയാണ്: അപ്പ യാഗവസ്തു എവിടെ?
യാഗവസ്തു അവിടെ, വിറകുണ്ട്, തീ കൊണ്ട്, എല്ലാം ഉണ്ട്. യാഗവസ്തു അവിടെ. യഹോവ കരുതിക്കൊള്ളും മകനെ, യഹോവ ഇരേ. അവിടെ ഒന്നുമില്ലെങ്കിലും അബ്രഹാമിൻ്റെ മനസ്സിനകത്ത് ദൈവം കരുതിക്കൊള്ളും. നിങ്ങളിപ്പോൾ പ്രയാസപ്പെട്ട് സാമ്പത്തികത്തിലും ഭാരത്താലും ബുദ്ധിമുട്ടിരിക്കുന്നെങ്കിലും നിങ്ങൾ ദൈവത്തോട് പറയണം, യഹോവ കരുതിക്കൊള്ളും, നാളത്തെ ദിവസം ദൈവം കരുതിക്കൊള്ളൂ എന്നുള്ള ഒറ്റ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. ഈ നാളുകളിൽ നാം ദൈവത്തോട് അടുത്ത് നിൽക്കുമെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും, അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ നിർത്തുകയാണ്. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.